ഈശോയാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ നമ്മൾ വചനം ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. അതിൽ നമ്മളിപ്പോൾ വായിച്ച് ശ്രവിക്കുന്നത് 3-ാമത്തെ വചനമാണ്. അത് ഇപ്രകാരമാണ്: ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോട് കൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ഏറ്റവും സ്നേഹമുള്ളവരെ, ഇപ്പോൾ വായിച്ചു കേട്ട ഈ സുവിശേഷ വചനത്തിൻ്റെ സാഹചര്യവും അന്തരീക്ഷവും നമുക്കറിയാം. കർത്താവ് യേശു മിശിഹ അധികാരികളാൽ പിടിക്കപ്പെട്ട് ക്രൂശിക്കപ്പെട്ട് മരിച്ച് സംസ്കരിക്കപ്പെട്ടു, എന്നിട്ട് ഉയർത്തെഴുന്നേറ്റു. എന്നാൽ ഉയർത്തെഴുന്നേറ്റുവെങ്കിലും 1-2 പ്രാവശ്യമൊക്കെ ശിഷ്യന്മാർക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും അവരുടെ ജീവിതത്തിൽ നിന്ന് നിരാശ വിട്ടുപോയിരുന്നില്ല. പത്രോസും മറ്റ് ശിഷ്യന്മാരും ചിന്തിച്ചു, എന്തോരം പ്രതീക്ഷയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ, എന്തുമാത്രം സ്വപ്നങ്ങളായിരുന്നു. ഈശോ വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളെ വിളിച്ചപ്പോൾ, കൂടെ കൂട്ടിയപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിച്ച ഞങ്ങൾ എന്തുമാത്രം പ്രതീക്ഷയും പ്രത്യാശയും സ്വപ്നങ്ങളും ഒക്കെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടാണ് യേശു എന്ന വ്യക്തിയെ അനുഗമിച്ചിരുന്നത്. എന്നാൽ ഇന്നിതാ അതെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. എല്ലാം തകർന്നു. ഞങ്ങളുടെ നേതാവ് തന്നെയായ, ഞങ്ങളുടെ ഗുരു തന്നെയായ യേശുവിനെ അധികാരികൾ പിടിച്ച് ക്രൂശിച്ച് കൊന്നുകളഞ്ഞു. ഇനി ജീവിതത്തിൽ ഒന്നുമില്ല, എല്ലാം പോയി, നശിച്ചു. ഇങ്ങനെയൊരു മനസ്സോടെ, ഇത്തരത്തിലുള്ള ചിന്തയോടെ പത്രോസും കൂട്ടത്തിലുള്ള മറ്റ് അപ്പസ്തലന്മാരും ജീവിച്ചതുകൊണ്ടാണ് ഈ വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ പത്രോസ് പറയാൻ ഇടയായത്. പത്രോസ് പറഞ്ഞു, ഇതേ ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. ആ ഒരൊറ്റ വാക്കിലുണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞതിൻ്റെ സ്വരം. ആ ഒരൊറ്റ വാക്കിലുണ്ട്, ഇനി ജീവിതത്തിന് ഒരു പ്രതീക്ഷയുമില്ല, പ്രത്യാശയുമില്ല, എല്ലാം നശിച്ചു എന്നതിൻ്റെ ഒരുതരം ചിലമ്പലുകൾ, ഒരുതരം സ്വരങ്ങൾ അവിടെ കേൾക്കാം. എന്നാൽ ഇന്ന് ഈ വചനം നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തരുന്ന വലിയ സത്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വചനത്തെ നമ്മൾ കാണേണ്ടതും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു ഇപ്രകാരമാണ്: ജീവിതത്തിൽ എപ്പോഴും പ്രത്യാശയുള്ളവരായിരിക്കുവിൻ. ജീവിതത്തിൽ എപ്പോഴും പ്രത്യാശയുള്ളവരായിരിക്കുവിൻ. ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ ഓർക്കണം, ഞാനിത് എൻ്റെ പഴയ ജീവിതത്തിലേക്ക് പോവുകയാണ്. പുതിയൊരു ജീവിതത്തിനായിട്ട് ഒരു വ്യക്തിയുടെ കൂടെ കുറേയേറെ കാര്യങ്ങൾ സ്വരുക്കൂട്ടിയിരുന്നു. അതിനുവേണ്ടി 3 വർഷം പരിശ്രമിച്ചു, അധ്വാനിച്ചു. പക്ഷേ എല്ലാം തകർന്നുപോയി. ഞാനിനി എൻ്റെ പഴയ ജീവിതത്തിലേക്ക് ഇതേ പോവുകയാണ്. അതാണ് പത്രോസിൻ്റെ വാക്കിൽ നിന്നും ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് പത്രോസിനെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്? നിരാശ, പ്രത്യാശയില്ലായ്മ, നേതാവിൽ നിന്ന് തോന്നൽ, ജീവിതം എല്ലാം മാറിമറിഞ്ഞു, ഇനി ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ എന്തെന്നറിയാത്ത ഒരവസ്ഥ. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളും കാരണങ്ങളുമാണ് പത്രോസിനെ വചനത്തിൽ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് എന്ന്. ഇനി അവർ മീൻ പിടിക്കാൻ പോയ സമയമോ ഏറ്റവും മീൻ കിട്ടാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സമയത്താണ് അവർ മീൻ പിടിക്കാൻ പോയത്. എന്നിട്ടും അവർക്ക് ഒന്നും കിട്ടിയില്ല എന്ന് വചനം പറയുന്നു. പ്രിയപ്പെട്ടവരെ, 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ദൈവവചന ഭാഗങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതും കർത്താവ് നമുക്കായി നൽകുന്നതും. 1-ാമത്തെ കാര്യം ഇപ്രകാരമാണ്: നിരാശ ഉള്ളിൽ കയറ്റരുത്. നിരാശ ഉള്ളിൽ കയറ്റരുത്. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നിരാശ ഉള്ളിൽ കയറ്റി ജീവിക്കുന്നവരാകരുത് നമ്മൾ. പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞു എന്ന് കാണുമ്പോഴത്തേനും നിരാശപ്പെടരുത് നമ്മൾ. ഒരു പുതിയ ജീവിത ലക്ഷ്യത്തോടെ മുന്നേറി കഴിയുമ്പോൾ ജീവിതത്തിൽ തടസ്സങ്ങളോ
തകർച്ചകളോ അപ്രതീക്ഷിത സംഭവങ്ങളോ ഉണ്ടാകുമ്പോൾ ഇനി ഞാൻ അതിനില്ല, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു, ഞാൻ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നു, ഇത് സംഭവിക്കരുത്. ഇത് സംഭവിക്കുന്നത് നിരാശ ഉള്ളിൽ കയറുമ്പോഴാണ്. അതുകൊണ്ട് ഒന്നാമതായിട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ട കാര്യം ഇതാണ്: ജീവിതത്തിൽ ഒരിക്കലും നിരാശ ഉള്ളിൽ കയറ്റിവെക്കരുത്. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ്: ജീവിതത്തിൽ എപ്പോഴും യേശുവിനെ തിരിച്ചറിയുന്നവരാവുക. യേശുവിനെ തിരിച്ചറിയുന്നവരാകണം നമ്മളെല്ലാവരും തന്നെ. വചനത്തിൽ ഈ 21 അധ്യായത്തിലെ 4-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. പക്ഷേ അത് ഈശോയാണെന്ന് പത്രോസിനോ മറ്റാർക്കും മറ്റ് ശിഷ്യന്മാർക്കും മനസ്സിലായില്ല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എപ്പോഴും യേശുവിനെ തിരിച്ചറിയുന്നവരാകണം നമ്മളെല്ലാവരും തന്നെ. ഇങ്ങനെ ഈശോയെ തിരിച്ചറിയാത്ത മറ്റ് ഒട്ടനവധി സന്ദർഭങ്ങൾ വിശുദ്ധ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോ ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ മഗ്ദലന മറിയം തിരിച്ചറിഞ്ഞില്ല അത് ഈശോയാണെന്നുള്ള കാര്യം. തോട്ടക്കാരനാണെന്ന് വിചാരിച്ചു. എമ്മാവുസിലേക്ക് പോയ 2 ശിഷ്യന്മാർ ഏറെ മണിക്കൂറുകൾ ഈശോ കൂടെ നടന്നിട്ടും ആ സമയത്തൊന്നും അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല അത് ഈശോയാണെന്ന്. പിന്നെ അതിൻ്റെ അവസാന നിമിഷത്തിലല്ലേ അവരും മനസ്സിലാക്കിയത് തങ്ങളുടെ കൂടെ അനേകം മണിക്കൂറുകൾ നടന്നിരുന്നത് യേശുവാണ് എന്നുള്ള സത്യം. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഈശോയെ തിരിച്ചറിയാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കും. അതെപ്പോഴാണെന്നോ, പ്രധാനമായിട്ടും വലിയ തകർച്ച ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, വലിയ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ വലിയ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ, അപ്രതീക്ഷിതമായ ഏതെങ്കിലും തരത്തിൽ ശത്രുക്കൾ നമ്മളെ ഉപദ്രവിക്കുമ്പോൾ, നമ്മളെ ജീവിതത്തെ ആകെപ്പാടെ തകർക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ, ആ സമയത്തൊക്കെ കർത്താവിനെ നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയില്ല. ആ സമയത്തും ആരാണോ യേശു എൻ്റെ കൂടെയുണ്ട് എന്നും ഈശോയുടെ സാന്നിധ്യം അനിതര സാധാരണമായ വിധത്തിൽ അനുഭവിക്കാനും തിരിച്ചറിയാനും സാധിക്കുന്നതും അവരൊക്കെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എന്നും വളർച്ചയും ഉയർച്ചയും ഉള്ളവരായിത്തീരും. അതുകൊണ്ട് ഈശോയെ തിരിച്ചറിയുന്ന വ്യക്തികളായി തീരണം നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈശോയെ തിരിച്ചറിയാതിരിക്കുന്ന അവസരങ്ങളില്ലേ? ഉണ്ട്, ധാരാളമുണ്ട്. ഈശോയെ തിരിച്ചറിയാതിരിക്കുന്ന അവസരങ്ങൾ. വലിയൊരു രോഗം വരുമ്പോഴത്തേനും കർത്താവിനെ വിളിക്കാനോ പ്രാർത്ഥിക്കാനോ പലപ്പോഴും തോന്നുന്നില്ല. ആരെങ്കിലും നമ്മളെ അത്യഗാധമായി വേദനിപ്പിക്കുമ്പോൾ ഈശോയെ തിരിച്ചറിയാതെ പോകുന്നു ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ. ഒരു വലിയ സാമ്പത്തികമായ നഷ്ടം സംഭവിച്ചാൽ കർത്താവിനെ തിരിച്ചറിയാതെ പോകുന്നു നമ്മുടെ ജീവിതത്തിൽ. അതുതന്നെയാണ് പത്രോസിനും ശിഷ്യന്മാർക്കും സംഭവിച്ചത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് പറഞ്ഞു തരുന്ന പാഠം എന്താ? അത്ഭുതപ്പെടേണ്ടതില്ല ജീവിതത്തിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ. പക്ഷേ തിരിച്ചറിയാനായിട്ട് നമ്മൾ തിരിച്ചു വരണം. അടുത്ത സെക്കൻഡിൽ നമ്മൾ തിരിച്ചറിയണം, ജീവിതത്തിൽ ഏത് കാര്യം, അത് പോസിറ്റീവോ നെഗറ്റീവോ ആകട്ടെ, ഏത് കാര്യം സംഭവിച്ചാലും കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്നും ഈശോ അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്നും നമ്മൾ തിരിച്ചറിയണം. ഇതാണ് രണ്ടാമതായി നമ്മൾ ഈ വചനത്തിലൂടെ മനസ്സിലാക്കുന്നത്. നമ്മൾ യേശുവിനെ തിരിച്ചറിയുന്ന വ്യക്തികളാകണം. ഈശോ ചോദിച്ചൊരു ചോദ്യമില്ലേ, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ എന്നാണ്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചത്? കർത്താവിൻ്റെ ഉള്ളിൽ എപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ. നമ്മൾ വഴിതെറ്റിപ്പോയാലും, കർത്താവിനെ തിരിച്ചറിയാതിരുന്നാലും, ഈശോയിൽ നിന്ന് അകന്നു പോയാലും ഈശോയ്ക്ക് നമ്മളോട് എപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ. ഒരപ്പനോ ഒരമ്മയോ തൻ്റെ മക്കളെ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ച് അങ്ങേയറ്റം സ്നേഹിക്കുന്നത് പോലെ, മക്കൾ എത്ര തെമ്മാടികളായി പോയാലും, എത്ര വഴിതെറ്റിപ്പോയാലും, അനുസരണയില്ലാത്തവരായി തീർന്നാലും, എപ്പോഴും തൻ്റെ മക്കളെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരപ്പനെയും അമ്മയെയും പോലെ
അതാണ് ഇവിടെ കാണുന്ന കർത്താവ് യേശു മിശിഹ. അതുകൊണ്ട് തന്നെയാണ് ഈശോ ശിഷ്യന്മാരെ വിളിച്ചത് കുഞ്ഞുങ്ങളെ എന്ന്. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ എന്ന്. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, അതിനുശേഷം ഇപ്പം നമ്മൾ 2 കാര്യങ്ങളാണ് കണ്ടത്. ഒന്നാമതായിട്ട്, ജീവിതത്തിൽ ഒരിക്കലും നിരാശപ്പെടരുത്, പ്രത്യാശയുള്ളവരാകണം. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്, യേശുവിനെ ജീവിതത്തിലുടനീളം തിരിച്ചറിയുന്നവരായിത്തീരണം നമ്മൾ. മൂന്നാമത്തെ പ്രകാരമാണ്, എല്ലാ കാര്യങ്ങളും യേശുവിനോട് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. എല്ലാ കാര്യങ്ങളും യേശുവിനോട് പറയാനായിട്ട് സാധിക്കണം. എന്താ ഞാനിങ്ങനെ പറയുന്നതെന്നോ? ഈശോ ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ, മീൻ കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ അവരൊറ്റ വാക്കിൽ അവസാനിപ്പിച്ചു ഉത്തരം, ഇല്ല എന്ന്. മറ്റൊന്നും തന്നെ പറഞ്ഞില്ല, ഇല്ല എന്ന് മാത്രം പറഞ്ഞുള്ളൂ. അതിനൊരു കാരണമുണ്ട്. ആ രാത്രി അവരുടെ ജീവിതത്തിലെ നിരാശയുടെ വലിയൊരു രാത്രിയായിരുന്നു. അങ്ങനെയുള്ള നിരാശപ്പെടുത്തുന്ന ആ രാത്രിയെക്കുറിച്ച് ഒന്നും തന്നെ പറയാനായിട്ട് അവർക്കിഷ്ടമില്ല, വിശദീകരിക്കാൻ. എപ്പോഴാണ് മീൻ പിടിക്കാൻ പോയേ, എന്തോരം ദൂരേക്ക് പോയി, എത്ര പ്രാവശ്യം വലയിട്ട് നോക്കി, എത്ര പ്രാവശ്യം വല വീശി, ഒന്നും തന്നെ വിശദീകരിക്കാൻ അവർക്കിഷ്ടമില്ല. അതുകൊണ്ട് അവർ ഒറ്റ വാക്കിൽ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചു. വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ചപ്പോഴേ പറഞ്ഞു, ഇല്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാനിത് വായിച്ചപ്പോൾ തികച്ചും ആ ശിഷ്യന്മാരുടെ, പത്രോസാണ് ഉത്തരം പറയുന്നത്, അതേ സ്വഭാവം തന്നെയാണല്ലോ എനിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്താ കാരണം എന്നോ? ജീവിതത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും വലിയ സങ്കടമോ വിഷമോ ഉണ്ടായാൽ അത് ആരോടും പറയാനോ വിശദീകരിക്കാനോ ആരെങ്കിലും സുഹൃത്തുക്കൾ വന്ന് ചോദിച്ചാൽ പോലും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. സാരമില്ല, ഒന്നുമില്ല, കുഴപ്പമില്ല, അവസാനിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്ന ഇതാ, സുഹൃത്തുക്കളോട് പറയണ്ട, ബന്ധുക്കളോട് പറയണ്ട, നാട്ടുകാരോട് പറയണ്ട, ഈശോയോടെ എല്ലാ കാര്യങ്ങളും പറയണം. നമ്മുടെ എല്ലാ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിത്തരുന്ന, കാണിച്ചു തരുന്ന കർത്താവ് യേശു മിശിഹായോട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയണം. ഓർക്കണം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായാലും അവയെയൊക്കെ പരിഹരിച്ചു തരാൻ സാധിക്കുന്നവനാണ് കർത്താവ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിക്കണം ഈശോയോട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ചില രാത്രികളുണ്ട്, ഇപ്രകാരമുള്ള രാത്രികൾ. എന്തുകൊണ്ടാണ് ഞാൻ രാത്രി എന്ന് അല്പം സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്? അത് വേറെ ഒരു നേരം വെളുത്ത് ഇരുട്ടാകുന്ന ഒരു രാത്രിയല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില രാത്രികളുണ്ട്, ആരോടും പറയാൻ ഇഷ്ടപ്പെടാത്ത രാത്രികൾ. അത് ചിലപ്പം തകർച്ചയുടെ അനുഭവങ്ങളായിരിക്കും. ചിലപ്പോൾ ജീവിതത്തിൽ വന്ന വലിയ നഷ്ടങ്ങളുടെ കഥകളായിരിക്കും. ജീവിതത്തിലെ ചില തരത്തിലുള്ള വീഴ്ചകൾ, അത് പാപകരമായ വീഴ്ചകളായിരിക്കാം ഒരുപക്ഷെ, ഏതു തരത്തിലുള്ള വീഴ്ചകളുമാകട്ടെ, അങ്ങനെയുള്ള വീഴ്ചകളുടെ വേദനിപ്പിക്കുന്ന കൈപ്പേറിയ അനുഭവങ്ങളായിരിക്കും. ചിലപ്പോൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചതിൻ്റെ സങ്കട അനുഭവങ്ങളായിരിക്കും. ഇങ്ങനെയുള്ള രാത്രികൾ മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു വയ്ക്കാൻ, പറയാൻ നമ്മളാരും ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിലെ ചില രാത്രികളെക്കുറിച്ച് പറയാൻ, ഓർക്കാൻ പോലും നമ്മൾ ആഗ്രഹിക്കില്ല. പക്ഷേ ഓർക്കണം, കർത്താവ് യേശു മിശിഹായോട് പറയണം. ഈശോയോട് നമ്മുടെ ജീവിതത്തിലെ അങ്ങനെയുള്ള രാത്രികളെക്കുറിച്ച് കൃത്യമായും വ്യക്തമായും നമ്മൾ പറയണം, സകല കാര്യങ്ങളും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വരുമ്പോഴാണ് കർത്താവ് യേശു മിശിഹ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം പറഞ്ഞു തരും, കാണിച്ചു തരും. ഇനി നാലാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ്, യേശുവിനെ ഗ്രഹിക്കുന്നവരും അനുസരിക്കുന്നവരും ആകണം നമ്മൾ ഓരോരുത്തരും. യേശുവിനെ ഗ്രഹിക്കുക, യേശുവിനെ അനുസരിക്കുക, ഇങ്ങനെ ഗ്രഹിക്കുന്നവരും അനുസരിക്കുന്നവരുമാകണം നമ്മൾ ഓരോരുത്തരും. അത് 21-ാം അധ്യായത്തിലെ 6-ാമത്തെ വചനമാണ്. ഇങ്ങനെ മീനൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, അവരോട് പറഞ്ഞു, വഞ്ചിയുടെ വലതുവശത്ത് വലയിടുക എന്ന്, വല വീശുക എന്ന്.
പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞത് എന്താണെന്ന് അവർ ഗ്രഹിച്ചു, അതനുസരിച്ച് അവർ പ്രവർത്തിച്ചു. അപ്പോൾ യേശുവിനെ ഗ്രഹിക്കുന്നവരും അനുസരിക്കുന്നവരുമാകണം നമ്മൾ ഓരോരുത്തരും. അല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാമായിരുന്നു, മീൻ പിടിക്കാൻ പറ്റിയ സമയത്താണ് അവർ പോയത്. മാത്രമല്ല, പത്രോസ്ലീഹയെ സംബന്ധിച്ച് മീൻ പിടിക്കുന്നതിൽ ഡോക്ടറേറ്റ് ഉള്ള ആളാണ്, PhD ഉള്ള ആളാണ്. പത്രോസിനേക്കാളും അനുഭവ സമ്പത്തുള്ള ഒരു മുക്കുവനില്ല കൂട്ടത്തിൽ. അത്രയേറെ അനുഭവ ജ്ഞാനമുള്ള വ്യക്തിയാണ് പത്രോസ്. മറ്റു ശിഷ്യന്മാർക്കും ഒരു തിരയിളക്കം കണ്ടാൽ മനസ്സിലാകും അവിടെ എന്തോരം മീനുണ്ട്, ഏതു തരത്തിലുള്ള മീനുകളാണ് എന്ന്. അത്രയേറെ കടലിനെ പരിചയമുള്ള വ്യക്തിയാണ് പത്രോസും കൂട്ടരും. എന്നിട്ട് പോലും അവർ ഒരു വാക്കുപോലും മറുത്തു പറഞ്ഞില്ല. ഈശോ പറഞ്ഞത് എന്താണെന്ന് ഗ്രഹിച്ചു, അത് അവർ അനുസരിക്കുകയും ചെയ്തു. ഇപ്പം ജീവിതത്തിൽ ഞാനും നമ്മളും തിരിച്ചറിയേണ്ട വലിയ ഒരു സത്യമാണ് പ്രിയപ്പെട്ടവരെ, ഈശോയെ നമ്മൾ ഗ്രഹിക്കുന്നവരാകണം, അത് അനുസരിക്കുന്നവരുമാകണം. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യമാകട്ടെ, സങ്കടമോ സന്തോഷമോ, വിഷമമോ വേദനയോ, നിരാശയോ തകർച്ചയോ വളർച്ചയോ ഉയർച്ചയോ, ഏത് സാഹചര്യത്തിലും ഈശോയെ ഗ്രഹിക്കുന്നവരും ഈശോയെ അനുസരിക്കുന്നവരുമാകണം നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, കരയ്ക്ക് നിൽക്കുന്ന ഈശോ ശിഷ്യന്മാരുടെ പരാജയത്തെക്കുറിച്ച് ഒന്നും തന്നെ ചോദിച്ചില്ല. അവരുടെ ജീവിതത്തിൻ്റെ ഏതാനും ദിവസത്തെ സങ്കടങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ ചോദിച്ചില്ല. അവർ ഈശോയെ വിട്ടുപേക്ഷിച്ച് പോയതിനെക്കുറിച്ച് ചോദിച്ചില്ല. ഒരു തരത്തിലുള്ള വിഷമങ്ങളും വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങളും ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചില്ല. നേരെ മറിച്ച് ഈശോ ഒരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ, വലതുവശത്ത് വല വീശുക എന്ന്. അല്ലെങ്കിൽ പറയാമായിരുന്നു, ശിഷ്യന്മാരെ കണ്ട ഉടനെ പറയാമായിരുന്നു, എന്നാലും നിങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ ചെയ്തല്ലോ, ഞാൻ ഇത്ര നിങ്ങളെ സ്നേഹിച്ചിട്ട് കൂടെ കൊണ്ടു നടന്നിട്ട് ഇത്രമാത്രം വാഗ്ദാനങ്ങൾ തന്നിട്ട് ഇതൊക്കെ മറന്നു കളഞ്ഞ് നിങ്ങൾ എന്നെ വിട്ടുപേക്ഷിച്ചില്ലേ? ഒരു പ്രധാനപ്പെട്ട കാര്യം വന്നപ്പോൾ ശത്രുക്കൾ എന്നെ പിടിച്ചപ്പം ഇത് നിങ്ങളെല്ലാവരും എന്നെ വിട്ടുപേക്ഷിച്ച് ഓടിപ്പോയില്ലേ? ഒരു തരത്തിലും അവരോട് പരാതിയും പറഞ്ഞില്ല, അവർ ചെയ്ത തെറ്റിനെക്കുറിച്ച് പരാതി പറഞ്ഞില്ല, അവരെ കുറ്റപ്പെടുത്തിയുമില്ല. ആകപ്പാടെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചിട്ട് ഇത് വലതുവശത്ത് വല വീശാനാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഈശോയെ ഗ്രഹിക്കുകയും ഈശോയെ അനുഗമിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് യേശു മിശിഹ എപ്പോഴും നമ്മളോട് പെരുമാറുന്നത് ഇങ്ങനെയാണ് എന്ന് ഓർക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വളർച്ചയുടെയും ഉയർച്ചയുടെയും വിജയത്തിൻ്റെയും ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമാണ് കർത്താവിനെ ഗ്രഹിക്കുന്നവരാവുക, കർത്താവിനെ അനുസരിക്കുന്നവരാവുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇതിൽ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് ഈശോ വലതുവശത്ത് വലയിടുക എന്ന് പറഞ്ഞു? വലതുവശത്ത് വലയിടുക എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ പറഞ്ഞത്? അതായത് ചിലർ ചിന്തിക്കും ഈശോയും ഭാഗ്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ് എന്ന്. നമുക്കൊക്കെ ഒരു തരത്തിലുള്ള ഒരു അന്ധവിശ്വാസമുണ്ട്, വലതുവശം, വലത് കൈ, വലതുവശം അത് ലക്കി സൈഡാണ് എന്ന്. വിശ്വസിക്കാൻ പറ്റുമോ അങ്ങനെ? ഈശോ ഇങ്ങനെ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ് എന്ന്? ഒരിക്കലുമില്ല. കർത്താവ് യേശു മിശിഹ അങ്ങനെ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് വലതുവശത്ത് വലയിടാൻ പറയുന്നു? കാരണം ഇതാണ്, സാധാരണയായി ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നും അല്പം മാറി ചെയ്യണമെന്ന്. സാധാരണയായി ചെയ്യുന്ന പ്രവൃത്തികളുണ്ട്, ശീലങ്ങളുണ്ട്, ശൈലികളുണ്ട്. അതിൽ നിന്നും ഈശോ പറയുന്നത് പോലെ അല്പം മാറി ചെയ്യ്, മാറി പ്രവർത്തിക്ക്. അതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ കർത്താവ് യേശു മിശിഹ ഒരു ഭാഗ്യാന്വേഷിയല്ല, ഭാഗ്യത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. ഹീസ് നോട്ട് എ ബിലീവർ ഓഫ് ലക്ക്. ലക്കി ആയിട്ട് ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളല്ല കർത്താവ് യേശു മിശിഹ. സാധാരണയായിട്ടുള്ള ജീവിതശീലങ്ങളിൽ നിന്നും ശൈലികളിൽ നിന്നും മാറി പ്രവർത്തിച്ചു നോക്ക്. ജീസസ് ക്രൈസ്റ്റ് വിൽ പെർഫോം വണ്ടേഴ്സ് ഇൻ അവർ ലൈഫ്. പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തെയും അവസാനത്തെയുമായ കാര്യം ഇപ്രകാരമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ വല വീശി കഴിഞ്ഞപ്പോൾ വലിയ അളവിൽ മത്സ്യങ്ങളെ കിട്ടി.
അത് വലിയ അളവിൽ മത്സ്യങ്ങളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ വല കീറിപ്പോകുന്ന വിധത്തിൽ അത്രയും തൂക്കത്തിലുള്ള 153 മത്സ്യങ്ങളെ കിട്ടിയെന്നൊക്കെ വചനത്തിൽ പറയുന്നു. നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് വല കീറിപ്പോയില്ല. അതിങ്ങനെയാണ്, യേശു സാന്നിധ്യം നമുക്ക് ശക്തി പകരും. അതാണ് അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കുന്നത്. യേശു സാന്നിധ്യം നമുക്ക് ശക്തി പകരും. ഇങ്ങനെ വലിയ വലിപ്പത്തിലുള്ള 153 മത്സ്യങ്ങൾ ആ വലയിൽ കയറിയിട്ടും വല കീറിപ്പോയില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ്: ഈശോയുടെ സാന്നിധ്യം നമുക്ക് ശക്തിയും കരുത്തും സംരക്ഷണവും തരും. അപ്പോൾ ജീവിതത്തിലെ എത്ര വലിയ ഉത്തരവാദിത്തമാണ് എന്ന് തോന്നിയാലും നമ്മൾ ഭയപ്പെടരുത് എന്ന്, എത്ര വലിയ ഭാരമാണ് ചുമക്കേണ്ടതെന്നുണ്ടെങ്കിലും നമ്മൾ പേടിക്കരുത് എന്ന്. കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് ശക്തി പകരും. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളെ കരുത്തുള്ളവരാക്കി തീർക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിനും ഏത് കാര്യം ചെയ്യുന്നതിനും എത്ര വലിയ ഭാരമാണെന്ന് തോന്നിയാലും ഒരിക്കലും പുറകോട്ട് പോകരുത്. യേശു സാന്നിധ്യം ശക്തി പകരും, കരുത്ത് പകരും. നമ്മൾ ഇത്രയും സമയം കണ്ടത് പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. നിരാശ ഉള്ളിൽ കയറ്റരുത്, എപ്പോഴും പ്രത്യാശയുള്ളവരായിരിക്കണം. രണ്ടാമതായിട്ട്, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും യേശുവിനെ തിരിച്ചറിയുന്ന വ്യക്തികളായിരിക്കണം നമ്മളെല്ലാവരും തന്നെ. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കി, എല്ലാ കാര്യങ്ങളും, സന്തോഷവും സങ്കടവും എന്തുമാകട്ടെ, എല്ലാ കാര്യങ്ങളും യേശുവിനോട് പറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. നാലാമതായി നമ്മൾ മനസ്സിലാക്കിയത് പ്രകാരമാണ്, യേശുവിനെ ഗ്രഹിക്കുന്നവരും യേശുവിനെ അനുസരിക്കുന്നവരും ആയിരിക്കണം നമ്മൾ. അഞ്ചാമതും അവസാനത്തതുമായ കാര്യപ്രകാരമാണ്, യേശു സാന്നിധ്യം നമുക്ക് ശക്തി പകരും, കരുത്ത് പകരും. കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, വഴി നടത്തട്ടെ.